ദരിദ്ര ബീഹാർ അതിന്റെ രക്ഷകനെ കാണുന്നത് നിതീഷ് കുമാറിലാണ്. പിടിച്ചിടമെല്ലാം നേടി ബി.ജെ.പിയും കൂടുതൽ കരുത്തരായി. സർവത്ര കഷ്ടപ്പാട് നിറഞ്ഞ സാഹചര്യങ്ങളിലും മുന്നേറ്റത്തിനുള്ള വഴി കാണിക്കാൻ ഇന്ത്യ സഖ്യത്തിന് കഴിഞ്ഞില്ല എന്നാണ് ഈ ഫലം കാണിക്കുന്നത്. ഇന്ത്യ സഖ്യമെന്നോ മഹാഗഠബന്ധനെന്നോ എന്ത് വിളിച്ചാലും ആ സഖ്യം തോറ്റു. അതിനുള്ള കാരണം വോട്ട് ചോരിയാണെന്ന് ഇനി പറഞ്ഞാലും ഏൽക്കില്ല. കാരണം 3-2 സീറ്റുകളും നേടിയാണ് ബി.ജെ.പി, ജെ.ഡി.യു, എൽ.ജെ.പി സഖ്യം വിജയിച്ചിരിക്കുന്നത്. വോട്ട് വിഹിതത്തിലും 3 പാർട്ടികളും ചേർന്നാൽ 50% വോട്ട് വരും. ഒരാൾക്കും ചോദ്യം ചെയ്യാൻ കഴിയാത്ത വിജയം. ഈ വിജയം എങ്ങനെ ഉണ്ടായി? മിടിപ്പറഞ്ഞ് അഥവാ പൾസറിഞ്ഞ് എൻ.ഡി.എ സഖ്യം കളിച്ചു. ജനങ്ങൾക്ക് വേണ്ടത് എന്താണെന്ന് അവർക്ക് നന്നായി അറിയാമായിരുന്നു. വാഗ്ദാനങ്ങൾ നൽകുന്നതിന് മുൻപ് തന്നെ ചിലത് പണമായി നൽകാനും കഴിഞ്ഞു. സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് നൽകിയ 10,000 രൂപ വീതമുള്ള സഹായം മാത്രമല്ല ഈ വിജയത്തിന് വഴിയൊരുക്കിയത്. സർവത്ര കഷ്ടപ്പാടിലായ ജനതയ്ക്ക് മുന്നോട്ട് പോകണം. അതിന് രക്ഷകനായി നിതീഷും മോദിയും മാത്രമേ ഉള്ളൂവെന്ന് അവർ പറഞ്ഞു വെച്ചു. അങ്ങനെ ഉണ്ടായതാണ് ഈ മഹാവിജയം. SIR പോലുള്ള സംഭവങ്ങൾ ഫലത്തെ സ്വാധീനിച്ചിട്ടുണ്ടാകാം. പക്ഷേ ഈ ഫലം അട്ടിമറിക്കാൻ മാത്രമുള്ള സ്വാധീനം അതിനുണ്ടാകാൻ വഴിയില്ല. തേജസ്വി എന്ന ചെറുപ്പക്കാരൻ ഒറ്റയ്ക്ക് നേടിയതാണ് RJDയുടെ സീറ്റുകൾ. കോൺഗ്രസിനും ഇടതു പാർട്ടികൾക്കും കിട്ടിയ ഏതാനും സീറ്റുകൾക്കും തേജസ്വിയോട് നന്ദി പറയണം. എന്തുകൊണ്ട് ഇന്ത്യ സഖ്യം തോറ്റു? ആ ചോദ്യത്തിന് ഉത്തരം ഒന്നേ ഉള്ളൂ: ലക്ഷ്യബോധം ഇല്ലാത്തതിനാൽ തോറ്റു. ബീഹാർ പോലെ ദരിദ്രരിൽ ദരിദ്രരായ ജനത കഴിയുന്ന സംസ്ഥാനത്ത് അവർക്ക് മനസ്സിലാകുന്നതായിരുന്നില്ല വോട്ട് ചോരി. അതൊരു വിഷയമായി പോലും അവർ കണ്ടില്ല. സാങ്കേതികത്വത്തിലൂന്നി കോൺഗ്രസ് നടത്തിയ പ്രചാരണം എങ്ങും ചെന്നെത്തിയില്ല. ജനങ്ങളുടെ പ്രശ്നങ്ങളും കഷ്ടപ്പാടുകളും ഉയർത്താൻ കഴിഞ്ഞ 5 ആണ്ടിലും സാധിച്ചില്ല. അതാണ് ഈ വലിയ തോൽവിയുടെ കാരണം. RJD കഴിഞ്ഞ സഭയിലെ ഏറ്റവും വലിയ പാർട്ടിയായിരുന്നു. അവരാണ് ഏറെ പിന്നിൽ 3ാം സ്ഥാനത്തേക്ക് വീണത്. ബീഹാറിൽ ഇത്രയൊക്കെ സീറ്റിൽ മത്സരിച്ച കോൺഗ്രസിന് 2 കൈപ്പത്തികളിലെ വിരലുകളിൽ എണ്ണാനുള്ളത് പോലും കിട്ടിയില്ല. അതിലും എത്രയോ ഭേദമായാണ് CPIML കരുത്ത് തെളിയിച്ചത്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിച്ച മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയാത്ത പാർട്ടിയാണ് ബി.ജെ.പി. നിതീഷ് കുമാറിന്റെയും ചന്ദ്രബാബു നായിഡുവിന്റെയും കരുണയിലാണ് ഭരണം. അവിടെ നിന്ന് പുറത്തെത്താൻ നടത്തുന്ന തീവ്ര ശ്രമങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടു. ബീഹാറിലെ ജനതയെയും വർഗീയമായി തിരിച്ചു നിർത്തുന്നതും കണ്ടു എന്ന് സങ്കടത്തോടെ പറയേണ്ടതുണ്ട്. SIR നൽകിയ സന്ദേശവും അതായിരുന്നു. ഹിന്ദു വോട്ടുകൾ മഹാഭൂരിപക്ഷമായ ബീഹാറിൽ അത് ഏകീകരിക്കപ്പെടുന്നു എന്നതാണ് ഈ ഫലം പറയുന്നത്. ഇത്രകാലം RJDയുടെ ശക്തമായ സാന്നിധ്യമായിരുന്നു അതിനുള്ള വിഘാതം. അതിനെ മറികടക്കാൻ ബി.ജെ.പിക്ക് ഇത്തവണ കഴിഞ്ഞു. ഇന്ത്യ സഖ്യം ഇങ്ങനെയൊന്നും പോരാ എന്ന് ഇതിലും നന്നായി എങ്ങനെയാണ് ബീഹാർ ജനത പറയുന്നത്? ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് മലയാളം.